അപ്പോൾ നമസ്കാരം. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് തന്നെ നമുക്ക് ആദ്യം ഞണ്ട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് അതിൻ്റെ മുൻവശത്തുള്ള വലിയ 2 കാലുകൾ ഇതുപോലെ അടർത്തി മാറ്റുക. അതിനുശേഷം ബാക്കിയുള്ള ചെറിയ കാലുകളുടെ അറ്റത്തുള്ള കട്ടിയില്ലാത്ത ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കണം. 2 സൈഡിലെ ഈ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റുക. ഇത് കടലിലെ ഞണ്ടാണ്. അതിനുശേഷം ഇതിൻ്റെ നടുക്കുള്ളൊരു തോടുണ്ട്, അതിതുപോലെ കത്തി വെച്ച് ഇളക്കി മാറ്റണം. പിന്നെ ഇതിൻ്റെ വയറിൻ്റെ ഭാഗം നന്നായി ക്ലീൻ ചെയ്തെടുക്കുക. ഈ ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗം നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. ഇത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ തോടിളക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാലുകളിലെല്ലാം ചേർത്ത് പിടിച്ചിട്ട് ആ തോടിങ്ങനെ ഇളക്കി മാറ്റുക. അപ്പോൾ ഈ കാണുന്നത് ഇതിൻ്റെ ഒരു നെയ്യാണ്. അപ്പോൾ ഇത് ഇളക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ ഈ തോടിൻ്റെ ഇങ്ങേ അറ്റത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കി വിടണം കത്തി വെച്ചിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് ഇളകും. അതുപോലെ തന്നെ ഇത് നമുക്ക് കഴുകുന്നതിൻ്റെ കൂട്ടത്തിലിട്ട് മിക്സ് ചെയ്യരുത്. ഇത് ആ വെള്ളത്തിൽ മിക്സായി പോവും. അപ്പോൾ ഇത് ലാസ്റ്റിൽ മാറ്റി വെച്ച് പതുക്കെ കഴുകിയെടുത്താൽ മതി. ഈ കാണുന്ന ഓറഞ്ച് ഭാഗവും ഇതൊക്കെ ഇതിൻ്റെ ഒരു ഫാറ്റാണ്. അപ്പം നന്നായിട്ട് കഴുകാം. ഇത് ക്ലീൻ ചെയ്യുക. ഒരു 2-3 വെള്ളത്തിൽ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതിനുശേഷം ഇത് നമുക്ക് 2ആയിട്ട് കട്ട് ചെയ്തിടുക ഇതുപോലെ. അപ്പം നമ്മൾ ഇതുപോലെ തന്നെ ഈ നെയ്യുള്ള ഭാഗം കഴുകുമ്പോൾ ശ്രദ്ധിച്ച് അത് കളയാതെ കഴുകിയെടുക്കണം. ഇത്രയേ ഉള്ളൂ ക്ലീനിങ്. നമ്മൾ ഞണ്ട് 1 കിലോയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ കൈയാണെങ്കിൽ നമ്മൾ ഇതുപോലെ ചെറിയൊരു കല്ല് വെച്ചിട്ട് പതുക്കെ ഒന്ന് ഇടിച്ചിട്ട് കൊടുക്കുവാണെങ്കിൽ കഴിക്കുമ്പോൾ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. 1 കിലോ ഞണ്ട് വാങ്ങിച്ച് ക്ലീൻ ചെയ്തതാണ്. ഇനി ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുക. ഇതൊന്ന് വഴറ്റി കൊടുക്കണം. ഇത് ചെറുതായി മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ കീറിയത് ഇട്ട് കൊടുക്കാം. ഇത് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 4 മീഡിയം സൈസിലുള്ള സവാള ചേർത്തിട്ട് വഴറ്റാം. ഈ സവാള പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴലണം. അപ്പോൾ സവാള നല്ലതുപോലെ വഴണ്ടതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ, പുളിയില്ലാത്ത ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ ടൊമാറ്റോ നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ. അപ്പോൾ ഇത് 1 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തതാണ്. ഇനി നമുക്ക് ഈ ടൊമാറ്റോ സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് നമുക്ക് സ്മാഷ് ചെയ്ത് കൊടുക്കണം. എങ്കിലേ നമ്മുടെ ആ മസാലയ്ക്കൊക്കെ ഒരു തിക്നെസ് കിട്ടുകയുള്ളൂ. ഇപ്പം നന്നായിട്ട് ഞാൻ സ്മാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. അത് ചേർത്തിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിപ്പൊടിക്ക് കുറച്ച് അധികം സമയം വേണം മൂക്കാൻ. അപ്പോൾ ആദ്യം തന്നെ അത് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷമേ ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും എരിയുള്ള മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്തതാണ്. എരിവൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ അനുസരിച്ച് ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം, പച്ചമണം മാറുന്നിടം വരെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീരകത്തിൻ്റെ പൊടിയുടെ മണം ഇഷ്ടമാണെങ്കിൽ വറുത്ത് പൊടിച്ച ജീരകത്തിൻ്റെ പൊടി ഒരു 1/4 ടീസ്പൂൺ വേണമെങ്കിൽ ചേർക്കാം. അത് ഓപ്ഷണലാണ്. ഇപ്പം നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. അതിനുശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം കഴുകി വെച്ച് ഞണ്ട് ചേർത്തു. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. ഉപ്പ് എപ്പോഴും കുറച്ചിടുക, കടലിലെ ഇതൊക്കെ ആയതുകൊണ്ട് കുറച്ചിടുക. അതിനുശേഷം ഈ മസാല നന്നായി യോജിപ്പിക്കുക.
ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് വേവിക്കാം. ഒരു 100 ml വെള്ളമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതിൽ നിന്നും കുറച്ച് വെള്ളം ചേരും, അപ്പം ഇറങ്ങും. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് ആണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. അപ്പോൾ ഇത് 15 മിനിറ്റ് ആയതിനു ശേഷം ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് പറ്റിച്ചെടുക്കാനായിട്ട് 1 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ തുറന്ന് വെച്ചൊന്ന് കുക്ക് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്, ആവശ്യത്തിനേ ഉള്ളൂ. നല്ല റോസ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ അരപ്പ്. നന്നായിട്ട് വെള്ളമൊക്കെ പറ്റിച്ചെടുത്തേക്കുവാണ്. ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഞണ്ട് റോസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇനി ഞാൻ നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. ബൈ.